നോക്കിയാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുകയാണ്. ഇപ്പം ആസ് പെർ ഫിഫോയിൽ പ്രിപ്പയർ ചെയ്യേണ്ട സ്റ്റോഴ്സ് ലെഡ്ജർ ആണ്. ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ഒന്ന് പോവാം. ബാലൻസ് 500 യൂണിറ്റ് അറ്റ് ദി റേറ്റ് ഓഫ് 200. ഇത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഏത് കോളത്തിലാണ് കാണിക്കുക? റെസിപ്റ്റ് കോളത്തിലാണോ, ഇഷ്യൂ കോളത്തിലാണോ, ബാലൻസ് കോളത്തിലാണോ? ബാലൻസ് കോളത്തിൽ. ദെൻ ഓൺ 6th June ഇഷ്യൂഡ് 250 യൂണിറ്റ്. ഏത് കോളത്ത് കാണിക്കും? ഇഷ്യൂ കോളത്ത് കാണിക്കും. അതായത് 500-ൽ നിന്ന് എത്ര ഇഷ്യൂ ചെയ്തു? 250 ഇഷ്യൂ ചെയ്തു. ദെൻ ഓൺ 10th June പർച്ചേസ്ഡ് അനദർ 250 അല്ലേ? അപ്പൊ ബാലൻസ് കോളത്തിൽ ഈ 250 ഉണ്ടാവും, ദെൻ ഇപ്പൊ വാങ്ങിയ 250 ഉണ്ടാവും. ദെൻ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. റിട്ടേൺ ടു സ്റ്റോഴ്സ് 15 യൂണിറ്റ് ഇഷ്യൂഡ് ഓൺ 6th June. ശ്രദ്ധിക്കുക, സ്റ്റോഴ്സിലേക്ക് റിട്ടേൺ വന്നിട്ടുണ്ട്. നോക്കിയേ, ഒരു കമ്പനി, ഒരു ബിസിനസ് സ്ഥാപനം നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യും. ഓക്കെ, മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തിട്ട് സ്റ്റോറിൽ കീപ്പ് ചെയ്യും. ഇവിടെ നിന്നാണ് നമ്മൾ എങ്ങോട്ടേക്ക് ഇഷ്യൂ ചെയ്യുക? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും ഇങ്ങനെ ഇഷ്യൂ ചെയ്ത സാധനം, അതായത് നമ്മൾ ഇഷ്യൂ കോളത്തിൽ കാണിച്ച കാര്യം, നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 15 യൂണിറ്റ് നമ്മളെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം ഇഷ്യൂ ചെയ്ത സമയത്ത് നമ്മുടെ ബാലൻസിനെ നമ്മൾ കുറച്ച് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് തന്നെ ബാലൻസ് എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ ബാലൻസ് കൂട്ടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇഷ്യൂ കോളത്തിൽ എഴുതലല്ല. ഏത് കോളത്തിൽ എഴുതലാണ്? റെസീറ്റ് കോളത്തിൽ. അപ്പം 15 എണ്ണം നമ്മൾ പർച്ചേസ് ചെയ്തതിന് ഈക്വൽ ആയിട്ട് നമ്മൾ എവിടെ കാണിക്കും? റെസീറ്റ് കോളത്തിൽ റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് വാങ്ങിയത് 6th June എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പം 6th June 250 ഇവിടെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. വാങ്ങിയതല്ല, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ ഇഷ്യൂ ചെയ്തതിന്റെ റേറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം ഏത് ബാലൻസിനാണ് ഇഷ്യൂ ചെയ്തത്? ഈ ബാലൻസിനാണ്. അപ്പൊ എത്രയാണ് റേറ്റ് വരുന്നത്? 200 ആണ്. അപ്പം ഈ 15ന്റെ വാല്യൂ എത്രയാണ്? 15 into 200 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അഡ്ജസ്റ്റ്മെന്റ് കാണിക്കേണ്ടത്. പിന്നെ ഇഷ്യൂ ആസ് ഓൾവേസ് നമ്മൾ ചെയ്യും. വീണ്ടും ഒരു പർച്ചേസ് വന്നിട്ടുണ്ട്, ഇഷ്യൂ വന്നിട്ടുണ്ട്, പർച്ചേസ് വന്നിട്ടുണ്ട്, ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇതൊക്കെയും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ അറിയാം. Then finally on 27th June return to vendor 50 unit purchased on 24th. വെൻഡർ എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? റിട്ടേൺ അയച്ചു. സ്റ്റോർ നമ്മൾ റിട്ടേൺ അയച്ചു. അപ്പൊ സ്റ്റോറിന് റിട്ടേൺ അയക്കുമ്പോൾ നമ്മുടെ ബാലൻസ് കൂടുകയാണോ ചെയ്യുക, കുറയുകയാണോ ചെയ്യുക? നമ്മുടെ ബാലൻസ് കുറയും. ബാലൻസ് കുറയണമെങ്കിൽ അതിന് എന്തായിട്ട് കാണിക്കണം? ഇഷ്യൂ ചെയ്തതായിട്ട് കാണിക്കണം. അപ്പൊ വെൻഡർക്ക് തിരിച്ചു കൊടുത്താലും നമ്മൾ എന്തായിട്ട് കണക്കുക? നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചതിന് ഈക്വൽ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ട്രീറ്റ് ചെയ്യും. ഏത് കോളത്തിൽ എഴുതും? ഇഷ്യൂ കോളത്തിൽ എഴുതും. ക്ലിയർ ആണല്ലോ? ദെൻ അതിൽ റേറ്റ് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? 50 യൂണിറ്റ് പർച്ചേസ്ഡ് ഓൺ 24th. അപ്പൊ നമ്മൾ 24th അപ്പൊ റേറ്റ് എത്രയാണ്? 190 ആണ് അതിന്റെ റേറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇഷ്യൂ ചെയ്തതിന്റെ റേറ്റ് എത്രയായിരിക്കും? 50 യൂണിറ്റ് ഇൻറ്റു 190-ൽ നമ്മൾ എന്ത് ചെയ്യും? ഇഷ്യൂ കാണിക്കും. ക്ലിയർ? ദെൻ സ്റ്റോക്ക് ഓഡിറ്റ് ഷോഡ് എ ഷോർട്ടേജ് ഓഫ് 10 യൂണിറ്റ്. 10 യൂണിറ്റ് കാണാനില്ല. ക്ലിയർ? അതായത് കണക്ക് പ്രകാരം നമ്മളെ ബാലൻസ് എത്ര വേണം? 100 യൂണിറ്റ് വരണം. പക്ഷെ ഞാൻ അത് ഓഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ എത്രയുള്ളൂ? 90 ഉള്ളൂ. വിച്ച് മീൻസ് ദർ ഇസ് എ ഷോർട്ടേജ് ഓഫ് 10. ഈ 10 നമ്മൾ എന്തായിട്ട് അങ്ങ് ട്രീറ്റ് ചെയ്യും? ഇഷ്യൂ ചെയ്തായിരിക്കും. ക്ലിയർ? ഇഷ്യൂ ചെയ്തായിട്ട് നമ്മൾ അങ്ങ് കണക്കാക്കും. ക്ലിയർ? അപ്പൊ ഇത്രയും അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ഉള്ളത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇതിനെ എങ്ങനെയാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പൊ നമ്മൾ ഹെഡിങ് കൊടുത്തു, എന്ത്? സ്റ്റോഴ്സ് ലെഡ്ജർ ഷീറ്റ് ആസ് പെർ ഫിഫോ. അപ്പൊ നമ്മൾ ഹെഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് റെസിപ്റ്റ് കോളം ഉണ്ടാവും, ഇഷ്യൂ കോളം ഉണ്ടാവും, ബാലൻസ് കോളം ഉണ്ടാവും. ഒന്നിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാലൻസ് ഉണ്ട്. എത്രയാണ്? 500 യൂണിറ്റ് ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റേറ്റും മെൻഷൻ ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 200 ആണ് റേറ്റ്. 500 into 200 നമ്മൾ എത്ര വോളിയം, എത്ര എമൗണ്ടിന് ഉണ്ട്? 1 lakh rupees-ന്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മളെ കയ്യിലുണ്ട്. അത് നമ്മൾ ബാലൻസ് കോളത്തിൽ എഴുതി. ഇനി ജൂൺ 6-ാം തീയതി എന്താണ് സംഭവിച്ചത്? ഇഷ്യൂ ആണോ സംഭവിച്ചത്? റെസീറ്റ് ആണോ? ഇഷ്യൂ ആണ് സംഭവിച്ചത് അല്ലെ? ഇഷ്യൂഡ് 250 യൂണിറ്റ്. ഇഷ്യൂഡ് 250 യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഏതായിരിക്കും? നമ്മളെ കയ്യിൽ 200-ന്റെ ആണ് ഉള്ളത് അല്ലെ? 200 into 500 ആണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പൊ നമ്മൾ 200 റേറ്റിൽ നമ്മൾ എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. 50,000-ന്റെ നമ്മൾ ഇഷ്യൂ ചെയ്തു. ബാലൻസ് ഉണ്ടാവും അല്ലെ? ഈ 500-ൽ നിന്ന് എത്ര കുറയണം? 250 കുറയണം. അപ്പൊ എത്ര ഉണ്ടാവും? 250 ഉണ്ടാവും. റൈറ്റ്? ഏതാ റേറ്റ്? സെയിം റേറ്റ്. 50,000 രൂപയുടേത് ഇപ്പം ബാലൻസ് ഉണ്ട്. എപ്പോ? ജൂൺ 6-ന്. ഇനി ജൂൺ 10-ല് വന്ന സമയത്ത് നമ്മള്
പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കോളത്തിൽ കാണിക്കും? റെസീറ്റ് കോളത്തിൽ കാണിക്കും. പർച്ചേസ്ഡ് എത്രയാണ്? 200 യൂണിറ്റ് അറ്റ് ദി റേറ്റ് ഓഫ് 190. 38,000 രൂപയുടെ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അന്ന് ഇഷ്യൂ വരുന്നില്ല. ദെൻ നമ്മൾ ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കഴിഞ്ഞ ബാലൻസ് ഉണ്ട്. എത്ര? 250 യൂണിറ്റ് കഴിഞ്ഞ ബാലൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തത് 200 ബാലൻസ് ഉണ്ട്. അപ്പം 200ഉം 250യും നമ്മുടെ കയ്യിൽ ബാലൻസ് രണ്ടും രണ്ട് റേറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ മെർജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, രണ്ടും രണ്ട് റേറ്റ് ആണ്. ഒന്ന് 200 അപ്പൊ ഒരു 50,000 ഉണ്ട്, ഒരു 38,000 ടോട്ടൽ എത്രയുണ്ട്? 88,000 മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്. നെക്സ്റ്റ് ഡേ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് വരുന്നത്. റൈറ്റ്, റിട്ടേൺ ടു സ്റ്റോഴ്സ് 15 യൂണിറ്റ്സ് ഇഷ്യൂഡ് ഓൺ 6th ജൂൺ. ഈ ഒരു ഡേറ്റിൽ നമ്മളൊരു 250 യൂണിറ്റ് ഇഷ്യൂ ചെയ്തതിൽ 15 ക്വാണ്ടിറ്റി അല്ലെ, 15 ക്വാണ്ടിറ്റി എങ്ങോട്ട് തിരിച്ചു വന്നു? സ്റ്റോഴ്സിലേക്ക് തിരിച്ചു വന്നു. എവിടുന്ന്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 15 യൂണിറ്റ് ഇങ്ങോട്ട് തിരിച്ചു വന്നു. ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു പർച്ചേസ്. പർച്ചേസിന് ഈക്വൽ ആണ്. therefore this 15 യൂണിറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് റിസീറ്റ് ഓർ പർച്ചേസ്. അതുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യും. then there is a question regarding amount. ഏത് എമൗണ്ട് ആണ്? ഈ 190 ആണോ അല്ലെങ്കിൽ 200 ആണോ? അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 6th ജൂണിൽ ഇഷ്യൂ ചെയ്തതാണ് അല്ലെ. 6th ജൂണിൽ ഇഷ്യൂ ചെയ്ത റേറ്റ് എത്രയാണ്? 200 ആണ്. അതുകൊണ്ട് സെയിം റേറ്റിൽ നമ്മൾ അതിനെ പർച്ചേസിൽ റെക്കോർഡ് ചെയ്തു, അല്ലെങ്കിൽ റെസീറ്റ് കോളത്തിൽ റെക്കോർഡ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ. ദെൻ ബാലൻസ് വന്നു കഴിഞ്ഞാൽ ഒരു 250 ഉണ്ട്. ഏത് 250? അത് ഇതാണ്. ഒരു 200 ഉണ്ട്. ഏതാണ്? 10th തീയതി വാങ്ങിയ 200 ആണ്. വീണ്ടും ഒരു 15 ഉണ്ട്. ഏതാണ്? ഇപ്പോൾ റിട്ടേൺ വന്ന 15. അപ്പൊ ഇത്രയും സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. ദെൻ 18th തീയതി നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു 180. 180 എന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്യുന്നു. ഈ 180 ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ 180 എടുക്കുക. ഈ 15ൽ നിന്നാണോ എടുക്കുക? 200ൽ നിന്നാണോ എടുക്കുക? അല്ലെങ്കിൽ 250ൽ നിന്നാണോ? ഏതിൽ നിന്നാണ് നമ്മൾ ഈ 180 എടുക്കുക? സോറി, 250ൽ നിന്നാണ്. ഏതിനാ? ഈ 250ൽ നിന്നാണ് നമ്മൾ എടുക്കുക. കാരണം ഏതാണ് നമ്മളെ മെത്തേഡ്? ഫസ്റ്റ് ഇൻ ഏതാണ്? ഈ 250 ആണ്. ഇത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ എടുക്കുള്ളൂ, ഇതിൽ എടുക്കും. അതും കഴിഞ്ഞാലേ ഇതിൽ എടുക്കുള്ളൂ, ഈ 15 എടുക്കും അല്ലെ. അപ്പൊ 180 നമ്മൾ എടുത്തു ഫ്രം ദിസ് 250. ഇതിന്റെ റേറ്റ് എത്രയാ? 200. സോ സെയിം റേറ്റ് നമ്മൾ അപ്ലൈ ചെയ്തു. 18 into 200 36,000. അപ്പം 250 മൈനസ് 180 is equal to 70. ക്ലിയർ ആണല്ലോ? 250 നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നു. അതിൽ 180 നമ്മൾ എടുത്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ബാക്കി എത്ര ഉണ്ടാവും? 70 ഉണ്ടാവും. 70 into 200 ഉണ്ട്. ഈ 200 നമ്മൾ എടുത്തിട്ടുണ്ടോ? ഇല്ല, അത് അങ്ങനെ തന്നെ. ഈ 15 എടുത്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യും. ക്ലിയർ? ദെൻ ഓൺ 22 22 വന്ന സമയത്ത് 240 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് ചെയ്തിട്ടുണ്ട്. റേറ്റ് എത്രയാണ്? 190 ആണ്. അപ്പം ഈ ബാലൻസ് ഉണ്ടാവും, ഈ ബാലൻസ് ഉണ്ടാവും, ഈ ബാലൻസ് ഉണ്ടാവും. ഇപ്പോൾ വാങ്ങിയതുണ്ടാവും അല്ലെ. അതാ ആദ്യത്തെ 70 ഉണ്ട്, പിന്നത്തെ 200 ഉണ്ട്, 15 ഉണ്ട്, ഇപ്പോൾ വാങ്ങിയ 240 ഉണ്ട്. മുഴുവനും റെക്കോർഡ് ചെയ്തു. ഓക്കെ. 23th തീയതി നമ്മളോട് 300 യൂണിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര പറഞ്ഞു? 300 യൂണിറ്റ് അല്ലെ. 300 യൂണിറ്റ് എടുക്കണം. അപ്പൊ 300 യൂണിറ്റ് എടുക്കാൻ ഞാൻ പോയപ്പോൾ, ഓക്കെ, 300 യൂണിറ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ എന്റെ കയ്യിൽ ആദ്യം കാണുന്നത് എത്രയാണ്? എത്രയാണ് കാണുന്നത്? 70 അല്ലേ? ഓക്കെ. അപ്പൊ 300ലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു 70 എടുത്തു. ഓക്കെ, 70 എടുത്തു. ഇനി 300ലേക്ക് ഇനിയും എമൗണ്ട് വേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഈ 200 മുഴുവനായിട്ട് എടുത്തു. ഓക്കെ, 200 മുഴുവനായിട്ട് എടുത്തു. അപ്പൊ എത്രയായി? 270 എടുത്തു. ഇനി എത്രയും കൂടെ വേണോ? 30 കൂടെ വേണം അല്ലെ. അപ്പൊ ഞാൻ ഈ 15ലേക്ക് വന്നു. ഇനി എത്രയും കൂടെ വേണം? 15 കൂടെ വേണം. ആ 15 ഞാൻ എവിടുന്ന് എടുക്കും? ഈ 240ൽ നിന്ന് എടുക്കും. ക്ലിയർ? അപ്പൊ 300ലേക്ക് എത്താൻ വേണ്ടി 70 എടുത്തു, 200 എടുത്തു, 270 ആയി. പിന്നെ ആ 15 പൂർണ്ണമായിട്ട് എടുത്തു. അടുത്ത 240 നിന്ന് 15 എടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഡിഫറെന്റ് റേറ്റില് നമ്മൾ 300. ഇതിന്റെ ടോട്ടൽ എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞ 300 ഉണ്ടാവും. ക്ലിയർ? ബാലൻസ് നോക്കി കഴിഞ്ഞാൽ ഇതിനി ഉണ്ടോ? ഇല്ല. ഇതിനി ഉണ്ടോ? ഇല്ല. ഇതിനി ഉണ്ടോ? പൂർണ്ണമായും നമ്മൾ എന്തിട്ടുണ്ട്? എടുത്തിട്ടുണ്ട്, എക്സോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി 240 മുഴുവനായിട്ടുണ്ടോ? ഇല്ല. അതിൽ നിന്ന് എത്ര കുറഞ്ഞിട്ടുണ്ടാവും? 15 കുറഞ്ഞിട്ടുണ്ടാവും. ആ 15 കുറഞ്ഞു കഴിഞ്ഞാൽ 225 യൂണിറ്റ് ഉണ്ടാവും.
അതിന്റെ റേറ്റ് എത്രയാണ്? 190 ആണ്. ആ റേറ്റിൽ നമ്മൾ ബാലൻസ് കാണിച്ചു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. Then നമ്മൾ 24-ാം തീയതി വീണ്ടും എന്ത് ചെയ്യുന്നു? 320 പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആണ്. നേരത്തെ ബാലൻസ് 225 ഉണ്ടാവും, ഇപ്പോഴത്തെ 320 ഉണ്ടാവും 24-ാം തീയതി. ഓക്കെ. ഓക്കെ. ദെൻ ഓൺ 25th നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 200 യൂണിറ്റ് ആണ് പർച്ചേസ് ചെയ്തത്. റേറ്റ് 170 ആണ്. അത് നമ്മൾ ഓൾറെഡി ഉള്ള ബാലൻസ്, ഇതിന് തൊട്ട് മുന്നേ വാങ്ങിയ പർച്ചേസ്, ഇപ്പോൾ വാങ്ങിയ പർച്ചേസ് നമ്മളത് അപ്ഡേറ്റ് ചെയ്തു ബാലൻസിൽ. ദെൻ ഓൺ 26th ഒരു ഇഷ്യൂ ആണ് നടത്തിയിരിക്കുന്നത്. 115 അല്ലെ, 115 യൂണിറ്റ് ആണ് എടുത്തത്. ഏതിൽ നിന്ന് എടുക്കുക? ഈ 225 എന്നാണ് എടുക്കുക. അതിന്റെ ബാലൻസ് എന്ത് ചെയ്യും? ഇവിടെ ഡിഡക്ട് ചെയ്യപ്പെടും. ബാക്കിയെല്ലാം അതേപോലെ തന്നെ. ദെൻ 27-ാം തീയതി പറഞ്ഞിരിക്കുന്നത്, ഓൺ 27th പറഞ്ഞിരിക്കുന്നത് എന്താണ്? റിട്ടേൺ ടു വെൻഡർ 50 യൂണിറ്റ് പർച്ചേസ്ഡ് ഓൺ 24th June. 24-ാം തീയതി വാങ്ങിയതിൽ നിന്ന് 50 യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? വെൻഡർക്ക് തന്നെ അയച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്റ്റോഴ്സിൽ നിന്ന് എന്ത് ചെയ്യുക? ഇഷ്യൂ ചെയ്തതിന് ഈക്വൽ ആണ്. എന്താണ്? നമ്മൾ സ്റ്റോഴ്സിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നതിന് ഈക്വൽ ആണ് എന്ത്? റിട്ടേൺ അയക്കുന്നത്. കാരണം നമ്മുടെ കയ്യിലുള്ള ബാലൻസ് എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യപ്പെടണം. Therefore it will be disclosed in issue column. ഇഷ്യൂ കോളത്തിൽ നമ്മൾ കാണിച്ചു. ദെൻ അതിന്റെ ബാലൻസ് ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ദെൻ ഓൺ 30th ജൂണിൽ നമ്മളെ ബാലൻസ് ചെക്ക് ചെയ്ത സമയത്ത്, അതായത് ഓഡിറ്റിംഗ് നടത്തിയ സമയത്ത് ഒരു 10 എണ്ണത്തിന്റെ കുറവുണ്ട്. 10 ക്വാണ്ടിറ്റി കുറവുണ്ട്. 10 ക്വാണ്ടിറ്റി കുറവുണ്ട് മീൻസ് അത് എന്തായിരിക്കാം? അത് അവിടെ നിന്ന് ഇഷ്യൂ ചെയ്തതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ഷോർട്ടേജ് വിൽ ബി റെക്കോർഡഡ് ആസ് ഇഷ്യൂ ചെയ്തതിന് ഈക്വൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഷോർട്ടേജിനെ നമ്മൾ റെക്കോർഡ് ചെയ്യും. ദെൻ അത് 190 എന്നുള്ള റേറ്റിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്, 1900. സോ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ ബാലൻസ് അതായത് ഈ 10 യൂണിറ്റ് എവിടെ നിന്ന് പോയായിട്ട് കാണിക്കുന്നുണ്ട്? ഈ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് അല്ലെ, അല്ലെങ്കിൽ ഫസ്റ്റ് കാണുന്ന ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ അത് ഡിഡക്ട് ചെയ്ത്, ദെൻ ഇതാണ് 30th June കാണുന്ന ബാലൻസ്. അപ്പം വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 100 യൂണിറ്റ് ഉണ്ട്. എത്രയുടെ? 190-ന്റെ. ദെൻ 270 യൂണിറ്റ് ഉണ്ട്. എത്രയുടെ? 190-ന്റെ. ദെൻ 200 യൂണിറ്റ് ഉണ്ട്. എത്രയുടെ? 170-ന്റെ. സോ 100 യൂണിറ്റ് ഇൻറ്റു 190, 170 ഇൻറ്റു 190, 200 ഇൻറ്റു 170, ടോട്ടൽ നമ്മുടെ കയ്യിൽ 570 യൂണിറ്റ് ഉണ്ട്. ദെൻ എമൗണ്ട് നോക്കുന്ന സമയം എത്ര വാല്യൂ ഉണ്ട്? 570 യൂണിറ്റ് ഉണ്ട്. എത്ര വാല്യൂ ഉണ്ട്? 1,04,300 വാല്യൂ. സോ ദിസ് വുഡ് ബി ദി വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്.